കാണുന്നവർക്ക് അറിയാമല്ലോ, ഞാൻ അങ്ങനെ രാവിലെ പത്തിരി കറി അങ്ങനത്തെ സംഭവം ഉണ്ടാക്കത്തുണ്ട്. ഞാൻ സിമ്പിളായിട്ട് അല്ല ബ്രെഡ് ടോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ അവക്കാഡോ ഉണ്ടായപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇന്ന് അവക്കാഡോയും ബ്രെഡും വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. ഇത് ശരിക്കില്ലേ നമ്മുടെ തനി മലയാളിയില്ലേ, ഓരോ ഷോർട്സിലെന്തോ ഞാൻ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിന് മുന്നേ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടേനോ. അന്ന് എനിക്ക് ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ എനിക്ക് അങ്ങനെ എന്താ പറയുക വലിയ അവക്കാഡോ ലവറൊന്നുമല്ല ഞാൻ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലാത്തൊരു സാധനമായിരുന്നു ഈ അവക്കാഡോ. പണ്ടൊക്കെ വീട്ടിലൊക്കെ വാങ്ങുമ്പോൾ ഞാൻ ഈ സാധനം തിരിഞ്ഞു പോലും നോക്കാത്തൊരു സാധനമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലേനു ഇത്. എന്തോ ഒരുമാതിരി വികാരമില്ലാത്ത എന്തോ ഒരു സാധനത്തിനെ പോലൊക്കെ തോന്നുന്നു. പിന്നെ ഇപ്പം കുറച്ചായിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയൊക്കെ നോക്കലുണ്ട്. അതിന് ശേഷം മുതലാണ് എനിക്കിതിനോട് കുറച്ചെങ്കിലും ഇഷ്ടം വരൽ തുടങ്ങി. അതിനുശേഷം ഞാൻ പിന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഇതിനെക്കൊണ്ട് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കലുണ്ട് കേട്ടോ. അങ്ങനെതാ നമ്മുടെ അവക്കാഡോ നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാള, കുറച്ച് തക്കാളിയൊക്കെ കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ അത്യാവശ്യം പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിയില, എന്നിട്ട് പിന്നെ നമ്മുടെ ഈ ചെറുനാരങ്ങ നീരില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത് കുറേ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതായത് ഞാൻ ഒരു ചെറുനാരങ്ങ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര പുളിയാണ്. പിന്നെ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി എരിവൊന്നും വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്ത് കളയാം. എനിക്ക് അത്യാവശ്യം കുറച്ചൊന്ന് എരിവൊക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാൻ ഒരു പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ടേനെ. എന്നിട്ട് നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ബ്രെഡ് ജസ്റ്റ് ബട്ടറിലൊക്കെ വെച്ച് ഒന്ന് ടോസ്റ്റൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, സിമ്പിളാണല്ലോ നമുക്ക് സുഖം. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് ബ്രെഡിൻ്റെ മേലെ ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളേനു കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇവിടെ ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ഫുഡിലെ ഒരു മെയിൻ സംഭവമാണ് മുട്ട. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫുഡ് ചാർട്ടിൽ ഡെയിലി ഒരു മുട്ടയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം കേട്ടോ. കാരണം അത്രയും പ്രോട്ടീനാണ്, അത്രയും നല്ലതാണല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിപ്പോൾ പൊരിച്ചത് തന്നെ വേണമെന്നൊന്നുമില്ല, എനിക്ക് പുഴുങ്ങിയതായാലൊക്കെ എനിക്കിഷ്ടമാണ്. എൻ്റെ അതേപോലെയാണ് എൻ്റെ ഓനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ബ്രെഡ് ടോസ്റ്റിൽ അവക്കാഡോ ആദ്യത്തെ മിക്സില്ല അത് മാത്രമായിട്ടും കഴിക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുട്ടയും കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി നമ്മുടെ ഈ അവക്കാഡോൻ്റെ ആ മിക്സിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ചില്ലി ഫ്ലേക്സ് ഒന്നും ഇതിൻ്റെ മേലെ ആഡ് ചെയ്യുന്നില്ലേനു. പിന്നെ കുറച്ച് എന്താ പറയുക നമ്മുടെ ഈ ടൊമാറ്റോ സോസ് ഇല്ലേ അതും ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാനിതാ എൻ്റെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് പിന്നെ കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാനിതാ ഈ ടേബിളിൻ്റെ ഒരു ലുക്കൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അയക്കുന്നു. കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഈ പിങ്ക് കളർ എപ്പോഴും കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു വിരളത. അപ്പം പിന്നെ കാണുന്നത് നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഡെസ്ക് മേക്ക് ഓവർ എന്തായാലും ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കുറച്ചായിട്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്ന സാധനങ്ങളൊന്നും ഇവിടുന്ന് എനിക്കങ്ങനെ കിട്ടുന്നില്ല. ഒന്നാമത് ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ ജസ്റ്റ് ഫെവിക്കോൾ പോലും ഇല്ല. പിന്നെ മറ്റേ സ്റ്റിക്ക് ഉണ്ടല്ലോ നമ്മുടെ ഈ സ്റ്റിക്ക് ചെയ്യുന്ന ഗ്ലൂവിൻ്റെ സ്റ്റിക്ക്, അതാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി വേറെ 1-2 ഷോപ്പുണ്ട്, അവിടെയും കൂടെ ഒന്ന് പോയി നോക്കണം. അപ്പോൾ എനിക്ക് വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ വീഡിയോൻ്റെ ആ സൈഡിൽ കണ്ടില്ലേ ഒരു 5-6 എണ്ണം വരുന്ന ഒരു സെറ്റ്, ആ സെറ്റാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ ഫെവിക്കോളും ചോദിച്ചിട്ടാണ് ആ ഷോപ്പ് പോയത്, പക്ഷേ അവിടെ ഇല്ല. എന്താ പറയുക ഈ സ്റ്റിക്ക് ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ വിചാരിക്കുന്ന സാധനമൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു ഡെസ്ക് മേക്ക് ഓവർ ആയിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല പിങ്ക് കളർ, റോസും അല്ല ഭയങ്കര പിങ്ക് കളറായി ചെറിയ ബ്രേക്ക് എടുക്കാൻ തോന്നി. അങ്ങനെ ഞാൻ നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ റോഡുണ്ട്, അപ്പം അതിലൂടെ കുറച്ച് നേരം നടക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെ അങ്ങനെ വല്ലാണ്ട് വണ്ടിയും ഇതൊന്നും വരലൊന്നുമില്ല. മെയിൻ റോഡ് അതിൻ്റെ അപ്പുറത്താട്ടോ. അപ്പം ഇതിലൂടെയാണ് ഞാൻ പൊതുവേ അങ്ങനെ നടക്കലൊക്കെ ഉള്ളത്. പിന്നെ അതാ ഈ സൈഡിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് കുട്ടികളുണ്ട്, ഫുട്ബോളോ എന്തൊക്കെയോ ഇരുന്ന് കളിക്കുന്നുണ്ട്. എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകാനൊക്കെ ഒരു ത്വര. എനിക്ക് ചില നേരം ഇങ്ങനെ പെട്ടെന്നായിരിക്കും എനിക്ക് സഡനായിട്ടായിരിക്കും എനിക്ക് നാട്ടിൽ പോകാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ചില എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ
തിന്നാനോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ ഇനി നാട്ടിൽ പോവാം. ഇവിടുന്ന് ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കണം, നമ്മൾ തന്നെ കഴിക്കണമല്ലോ. പക്ഷേ വീട്ടിൽ എത്രയായാലും നമുക്ക് നമ്മളെ വീട് തന്നെ കേട്ടോ അടിപൊളി. ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് നമ്മളെ വീടാണ്. ചില ദിവസമൊക്കെ അല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എനിക്ക് തുടങ്ങും ഞാൻ വീട്ടിൽ പോവാണ്, എനിക്കൊന്നും വയ്യ. ഒന്നും രാവിലെ എണീറ്റ് ഞാനൊക്കെ സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻ്റെ മുന്നിൽ ഫുഡ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ തന്നെ എഴുന്നേൽക്കണം, നമ്മൾ തന്നെ കുക്ക് ചെയ്യണം, നമ്മൾ തന്നെ തിന്നണം. പണ്ട് നമ്മൾ തന്നെ തിന്നുന്നുണ്ടെങ്കിലും ബാക്കിയൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇങ്ങനെ എനിക്കെന്തോ വീട്ടിലോട്ട് ഇങ്ങനെ പോകാനൊക്കെ എനിക്ക് നല്ലോണം തോന്നും. പ്രത്യേകിച്ച് ചില ഫുഡ് ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ബീഫ് വരട്ടിയതൊക്കെ അതൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ നാട്ടിൽ പോവാം. വീട്ടിലത്തെ ആ ഒരു ഫുഡ് എനിക്ക് ശരിക്കും മിസ് ചെയ്യലുണ്ട്. വീട്ടിലത്തെ ഫുഡിനോട് മാത്രമല്ല കേട്ടോ, എനിക്ക് വീട്ടിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യണം. കാരണം ഞാൻ ഇവിടെ വന്നിട്ടിപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊന്ന് 10 മാസം എന്തോ ആയിട്ടുണ്ട്, 9-10 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലം വീട്ടിലിങ്ങനെ മാറി നിൽക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഹോസ്റ്റലൊക്കെ കഴിഞ്ഞ ടൈമിലും ഞാൻ വീക്കെൻഡ്സിലൊക്കെ വരുന്നു. ചില ടൈമിൽ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ വന്നാലും ഇത്രയും ലോങ് ആയിട്ട് ഞാൻ വീട്ടിലോട്ട് പോകാണ്ട് നിന്നിട്ടില്ല. അപ്പം പെട്ടെന്ന് ഇത്രയും ലോങ് നിന്നാവോ എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഞാൻ നടന്ന വഴിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് കണ്ടപ്പോലെ പെട്ടെന്നെന്തോ ഡ്രാക്കുളല്ല വേറെ എന്തൊക്കെയോ നടന്ന് വരുന്ന പോലൊക്കെ ഒരു ഫീലിംഗ്. എനിക്ക് ഇന്നെ തന്നെ കണ്ടിട്ട് ചിരി കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഏതായാലും ഞാനിതാ തിരിച്ചിട്ടുണ്ടേനെ. ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ ഇവിടുത്തെ പള്ളി. എനിക്ക് ഈ പള്ളി അല്ലാണ്ട് വേറൊരു പള്ളിയുണ്ട്, എനിക്ക് ആ പള്ളി കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. ഞാൻ എന്തായാലും രാത്രി ഒന്ന് പാർക്കിലോട്ട് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ ഞാൻ പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. അങ്ങനെ ഏതായാലും ഞാൻ എന്താ തിരിച്ച് എൻ്റെ ഭവനത്തിലോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ബാങ്ക് കൊടുത്ത് പിന്നെ നിസ്കാരം അങ്ങനത്തെ അവക സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ രാത്രികത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടേനെ. അപ്പം ഞാനിന്ന് മഷ്റൂമില്ലേ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് മാത്രമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഉപ്പും അതേപോലെ നമ്മുടെ ഈ കുരുമുളക് പൊടി ഇല്ലേ അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി ഇടുന്നേ ഉള്ളൂ. ഇവിടെ എനിക്കായാലും മോനായാലും ഒക്കെ മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇക്കാക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ മഷ്റൂം. ഞാനാണെങ്കിൽ പിന്നെ വല്ലാണ്ട് അങ്ങനെ ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കല്. ഇനിയിപ്പോൾ അതുകൊണ്ടാണ് വരില്ല. ഞാൻ ജസ്റ്റ് ഉപ്പും അതേപോലെ നമ്മുടെ ഈ കുരുമുളക് പൊടിയില്ലേ അത് രണ്ടും മാത്രം ഇട്ടിട്ടേ ഉണ്ടാക്കലുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ തിന്നാൻ. അല്ലാണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനെ ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കി തിന്നുന്ന കേട്ടോ. അങ്ങനെ അത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിലോട്ട് തന്നെ കുറച്ച് സ്പിനാച്ച് ഇല്ലേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ടേനു കേട്ടോ. ഞാൻ ഇതൊക്കെ ബട്ടറിലാട്ടോ ചെയ്തിട്ടുണ്ടേനത്. ബട്ടറിലല്ലാണ്ട് ചെയ്യാം. ഞാനിവിടെ മെയിനായിട്ട് ബട്ടറിലാണ് കൂടുതലായിട്ട് ചെയ്യലുള്ളത്. അങ്ങനെ ഇതിൽ ഞാൻ ജസ്റ്റ് ഉപ്പും അതേപോലെ നേരത്തെ അതേ മെത്തേഡ് തന്നെ ജസ്റ്റ് പെപ്പർ പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നതെന്നുള്ളൂ. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തീരെ ഞങ്ങൾ ഇലക്കറികളൊക്കെ വളരെ കുറവാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയാലേ അതുകൊണ്ട് ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് ഇലക്കറികൾ ഉണ്ടാക്കി കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. വിറ്റമിൻസ് ഒന്നും ഇല്ലാഞ്ഞാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഞാൻ ഇതിലോട്ട് പിന്നെ ഇടുന്നൊരു സംഭവമാണ് നമ്മുടെ തക്കാളി. വേറെ ഒന്നും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും അതേപോലെ തക്കാളി അത് മാത്രം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വെക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ ഇതിൽ നിന്ന് അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങി വരും. അങ്ങനെ ഈ ഇലകളൊക്കെ നല്ലോണം കുക്കായതിനു ശേഷം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഹുമ്മൂസില്ലേ അതാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എസ്പെഷ്യലി ഞാനങ്ങനെ തഹീനി ഒന്നും ആഡ് ചെയ്തിട്ടല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും നല്ല അടിപൊളി പെർഫെക്റ്റ് ടേസ്റ്റ് ചെയ്യുന്നു. അതും നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒന്ന് സിമ്പിളായിട്ട് പറയാം. നമ്മുടെ വെള്ളക്കടലില്ലേ അത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് തൈരും അതേപോലെ ചെറുനാരങ്ങ നീരും പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഇവിടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി എരിവൊക്കെ ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്
നല്ലോണം അതേപോലെ ഓയിൽ ഇട്ടോ, പ്രത്യേകിച്ച് ഒലിവ് ഓയിൽ, എന്നാലേ അവർക്ക് കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച സ്പിനാച്ചില്ലേ അതും, അതേപോലെ തന്നെ ഒരു സൈഡിൽ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മഷ്റൂമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നല്ല 2 കുബൂസ് എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു മുട്ട പൊഴിഞ്ഞതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മേലെ കുറച്ച് പെപ്പർ പൗഡറും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയില്ല, ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ഫുഡിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സംഭവമാണ് മുട്ട. ഒന്നില്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ രാത്രി ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഞാനിന്ന് രാവിലെ മുട്ടൻ്റെ ഒരു റെസിപ്പിയാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ഞാനൊരു മുട്ട പൊഴിഞ്ഞതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ സക്സസ്ഫുള്ളി എൻ്റെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നല്ലേ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒരു നല്ല സപ്പോർട്ട് തരണം കേട്ടോ. അങ്ങനെ ഞാനിതാ ഓറഞ്ച് ജ്യൂസ് ഒരു ഗ്ലാസ്സിലോട്ടൊക്കെ ഒഴിച്ച് ഞാൻ പിന്നെ കുറച്ച് മുന്നേ വാങ്ങിയത് കേട്ടോ ഈ ഗ്ലാസ് സ്ട്രോ. ഞാനില്ലേ പല വീഡിയോസും കാണുമ്പോൾ ഞാനായിരിക്കും ഇങ്ങനത്തെ ഒന്ന് വാങ്ങണം. അങ്ങനെ കുറച്ച് മുന്നെയാണ് ഞാൻ ഈ സ്ട്രോ വാങ്ങിയത്. പിന്നെ അതിന് ശേഷം ഫുൾ ഞാൻ എൻ്റെ വീഡിയോസിലായിക്കോട്ടെ വീഡിയോസില്ലെങ്കിലായിക്കോട്ടെ ഈ സ്ട്രോ വെച്ചിട്ടാണ് എൻ്റെ മെയിൻ ഷോ ഓഫ്. അങ്ങനെ ഞാനിതാ നമ്മുടെ മഷ്റൂമും ഹുമ്മൂസൊക്കെ കൂട്ടി കഴിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മഷ്റൂമിലിങ്ങനെ ഒരുപാട് ആർഭാടങ്ങളില്ലാണ്ട് ജസ്റ്റ് ഉപ്പും അതേപോലെ പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഹുമ്മൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാനിതാ സ്പിനാച്ചും ഒക്കെ കൂട്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ കൊബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ ഹുമ്മൂസ്. നിങ്ങൾ ആർക്കെങ്കിലും പെർഫെക്റ്റ് ഹുമ്മൂസിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എന്തായാലും വേറെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആർക്കും ഇപ്പം അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വെറുതെ വീഡിയോ ലാഗാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്യാണ്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഡേ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞതൊന്നും ആരും മറക്കണ്ട. എന്തായാലും നിങ്ങൾ കമൻറ്റും അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ സ്റ്റഡി വ്ളോഗോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ ചെയ്യാൻ പിന്നെ കുറച്ച് നേരം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. ഇനിയും ലാഗാക്കണ്ടല്ലോ, 10-20 മിനിറ്റ് ആയി. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കാനും കിട്ടൂല. ഞാനെന്നിട്ട് കഷ്ടപ്പെട്ട് ടോക്കറ്റീവ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു യൂട്യൂബിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലായിട്ട് ലാഗാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ആഡ് ചെയ്യാത്തത്. അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ വൺസ് അഗൈൻ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.